ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദമാഷ പേര് ഒരാൾ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദമാഷ തന്നെയാണ്. സാധാരണ നിലയിൽ ഇപ്പം എൻ്റെ പാർട്ടി ജീവിതം വളരെ ചെറുതാണ്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും പാർട്ടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എനിക്കെന്താണ് അയോഗ്യത, എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നാളിതുവരെ ഞങ്ങളൊരിക്കലും, ഞങ്ങളുടെ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ടി കെ ഗോവിന്ദമാഷ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, എന്നെ പരിഗണിച്ചാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കരുത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ നിലപാട്? അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. പക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള ആർക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വേണ്ടി തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ ഉണ്ടാവുന്ന അംഗീകാരം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതമായ വിനയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? നമ്മളൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അംഗീകാരം എന്താണ് എന്നുള്ളത് ഇങ്ങനെ അഭിപ്രായ പ്രകടനം കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വിനയം യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദമാഷ് കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പൊ ശ്യാമൾ ടീച്ചർ സ്ഥാനാർത്ഥിയായതാണോ ടി കെ ഗോവിന്ദമാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ശ്യാമൾ ടീച്ചറല്ല, അതിന് പകരം മറ്റേതെങ്കിലും ഒരു പേരാണ് അവിടെ വന്നതെങ്കിൽ ടി കെ ഗോവിന്ദമാഷ് ഈ നിലപാട് സ്വീകരിക്കില്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹമായിട്ട് അതിന് പറ്റുന്ന കുപ്പായം ഇട്ട് നടക്കുന്ന ഒരാളാണെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. പക്ഷെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം. ആ ചരിത്രം മുഴുവൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്താ എന്നെ നിങ്ങൾ പരിഗണിക്കാത്തത്? അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സ്ഥാനാർത്ഥിയായാലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടാലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടുള്ള വിരോധമല്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ പറയുന്നത് കേട്ടില്ലേ, എന്താ ശ്യാമൾ ടീച്ചർ മട്ടന്നൂർ മത്സരിപ്പിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പല്ല മട്ടന്നൂർ മത്സരിപ്പിക്കുക, പക്ഷെ തളിപ്പറമ്പ് വേണ്ട. എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് വേണ്ടാത്തത്? തളിപ്പറമ്പ് തന്നെ മത്സരിപ്പിക്കണം എന്നാണ് ടി കെ ഗോവിന്ദമാഷയുടെ നിലപാട്. പക്ഷെ പാർട്ടി അത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങേയറ്റം പാർലമെന്ററി അവസരവാദം, പാർലമെന്ററി ദുര അതുമായി കൊണ്ട് നടക്കലായിരുന്നു ടി കെ ഗോവിന്ദമാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ചെയ്തതെന്താ? സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്നപ്പോൾ KPCCയുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ UDFന്റെ പിന്തുണ കിട്ടുമോ എന്ന് നോക്കുകയാണ്. പിന്തുണ എത്രയാണ് അവർ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പിന്നെ നമുക്ക് കാണേണ്ടതാണ്. അതെന്തോ ആവട്ടെ. പക്ഷെ അങ്ങനെ ലഭ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നീട് എടുത്ത നിലപാടെന്താ? UDFന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുത്ത് കൊണ്ട് എതിരാളി പാർട്ടിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആ പ്രചരണത്തിന്റെ ഭാഗമാണല്ലോ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതെന്താ? 2 ടേം തുടർച്ചയായി മത്സരിക്കുന്ന സഖാക്കൾ മാറി നിൽക്കണം, പാർട്ടിയുടെ പൊതു നിലപാടാണ്. അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്ന നിലയുണ്ടെങ്കിൽ, പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ അവിടെ എക്സംഷൻ കൊടുക്കാം. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലം, തലശ്ശേരി മണ്ഡലം ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. 2 സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള MLA മാറി നിൽക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ മറ്റൊന്നും കൂടി ചർച്ച ചെയ്യാണ്. ഈ മാനദണ്ഡത്തിൽ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, പിടിച്ചെടുക്കേണ്ട മണ്ഡലമാണെങ്കിൽ മറ്റൊരു അവസരം നൽകാം. ഞങ്ങൾ ചർച്ച ചെയ്തു.